എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഡാനിയൽ. അപ്പോൾ ജപ്പാനിൽ വന്നിട്ട് 8 മാസം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൽ ആദ്യത്തെ ഒരു മാസം നിങ്ങൾ പഴയ വീഡിയോ കണ്ടവർക്ക് അറിയായിരിക്കും, നമ്മൾ സ്കൂളിലായിരുന്നു, ലാംഗ്വേജ് സ്കൂളിൽ 7 മാസം കമ്പനി വന്നിട്ടാ. അപ്പോൾ ജാപ്പനീസ് കമ്പനിയിൽ ഏതെങ്കിലും കമ്പനിയിൽ 6 മാസം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ 10 ദിവസത്തെ PL എലിജിബിൾ ആണ് കേട്ടോ. അതായത് 6 മാസം 80% അറ്റൻഡൻസോടുകൂടി നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 10 PL അടുത്തൊരു കൊല്ലത്തിനുള്ളിൽ ആനുവൽ പെയ്ഡ് ലീവ് ഉണ്ട്, നിങ്ങൾ അടുത്തൊരു കൊല്ലത്തിനുള്ളിൽ എടുത്ത് തീർത്താൽ മതി. സോ നമ്മൾ PL എലിജിബിൾ ആയിരിക്കുകയാണ്. ഇനി ധൈര്യമായിട്ട് ലീവ് എടുക്കാം, ലീവ് കിട്ടിയാൽ. സോ അപ്പോൾ 8 മാസത്തിലുള്ള വിശേഷങ്ങളാണ്. കഴിഞ്ഞ വീഡിയോ ചെയ്തത് ഏകദേശം 3-ാം മാസമോ 4-ാം മാസം ആയിരുന്നു ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തത്, എക്സ്പെൻസ് കാര്യങ്ങൾ പിന്നെ ഇവിടുത്തെ ലൈഫൊക്കെ വെച്ചിട്ട്. സോ അപ്പോൾ ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ സിം കാർഡ് ഉണ്ടായിരുന്നില്ല, ഡേറ്റ കാർഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ സിം കാർഡ് എടുത്തൊരു ഇവിടുത്തെ ഫോൺ എടുക്കേണ്ടതായിട്ട് വന്നു കേട്ടോ. ഇന്ത്യയിൽ നിന്ന് എൻ്റെ ഒരു OnePlus ആയിരുന്നു, അതിനകത്ത് സിം സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. ഓൾമോസ്റ്റ് ഇന്ത്യയിലെ ഇപ്പോൾ ഐഫോൺ ആണെങ്കിൽ ഓക്കെ, അതുപോലത്തെ കുറച്ച് പ്രീമിയം ഫോൺ അല്ലാണ്ട് ഇവിടുത്തെ സിമ്മുകൾ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഭാഗ്യം പോലെയൊക്കെ ഇരിക്കും. അപ്പോൾ എന്നാലും എൻ്റെ ഫോണിൽ സപ്പോർട്ട് ചെയ്തില്ല, സിം എടുക്കേണ്ടതായിട്ട് തന്നെ വന്നു. അപ്പോൾ ഒരു സിം എടുത്തതിൻ്റെയാണ് ഇത് മൊത്തം. ഇത്രയും പേപ്പറും ഒരു 2 മണിക്കൂർ ക്ലാസ്സും. സിം എടുത്തു കേട്ടോ. സിം എന്തായാലും നമുക്ക് ഒരു നമ്പർ വേണമായിരുന്നു ഇവിടെ. നമുക്ക് ഇവിടെ കോള് നമ്മളിപ്പോൾ കൊറിയർ എന്തെങ്കിലും ഓർഡർ ചെയ്യുകയാണെങ്കിൽ പോലും ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും സിം വേണ്ടതായിരുന്നു. അപ്പോൾ എടുത്തു. അപ്പോൾ ഇതിന് മുന്നേ ഡാറ്റ എന്ന് പറഞ്ഞത് 50 GB 3500 സംതിങ് ആണ്. കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല, പഴയ വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് ഡാറ്റ മാത്രമായിരുന്നു കേട്ടോ. ഇപ്പം എടുത്തേക്കണത് റക്കൂത്തൻ എന്ന് പറഞ്ഞ സിമ്മാണ്. റക്കൂത്തൻ ഒരുവിധം ചീപ്പാണ്, ഓൾമോസ്റ്റ് 5G വലിയ കുഴപ്പമില്ല എല്ലായിടത്തും. അതുകൊണ്ടാണ് കേട്ടോ. വേറെ കുറേ ഉണ്ട് കേട്ടോ, അവു ഉണ്ട്, സോഫ്റ്റ് ബാങ്ക് ഉണ്ട്, അങ്ങനെ ഇഷ്ടംപോലെ സിം ഉണ്ട് ഇവിടെ. അപ്പോൾ കുറച്ചും കൂടി ചീപ്പൊക്കെയാണ് എടുത്തത്. സോ ഇതിൻ്റെ പാക്കേജ് വരുന്നത് 3 GB വരെ 950 yen ടാക്സ് 1078 yen. പിന്നെ അടുത്ത് 3 GB കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് 20 GB വരെയാണ്. 20 GB വരെ 2178 yen ആണ് കേട്ടോ. പിന്നെ 20 GB കഴിഞ്ഞാൽ പിന്നെ അൺലിമിറ്റഡ് ആണ്. ഞാൻ 50 GB കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഒരു മാസം 2980 yen പ്ലസ് ടാക്സ് 3278 yen. സോ ഇതാണ് ഇപ്പം നമ്മൾ സിമ്മിനായിട്ട് കൊടുക്കുന്ന പൈസ. 3278 കോൾസ് ഉണ്ട് കേട്ടോ. കോൾസ് നമ്മൾ റക്കൂട്ടൻ്റെ ആപ്പിൽ കൂടെ വിളിക്കുകയാണെങ്കിൽ അൺലിമിറ്റഡ് കോൾസ് ആണ്. ഇൻകമിങ് കോൾസ് നമുക്ക് അതിൽ കൂടെ തന്നെ വരും. അതായത് നമ്മൾ ഗൂഗിളിൻ്റെ കോൾ ആപ്പ് വഴി വിളിച്ചു കഴിഞ്ഞാൽ അത് മിനിറ്റിനാണ് പൈസ. അതുകൊണ്ട് നമ്മൾ റക്കൂട്ടൻ്റെ ആപ്പ് വഴി വിളിക്കുന്നുള്ളൂ. 15 മിനിറ്റ് വരെ ഫ്രീ ആണ് കേട്ടോ. 15 മിനിറ്റ് സംസാരിക്കാം ഒരു കോൾ വിളിച്ചു കഴിഞ്ഞാൽ. അത് എക്സീഡ് ആയി കഴിഞ്ഞാൽ പിന്നെ മിനിറ്റിന് ഇത്ര രൂപ എന്ന് വെച്ച് ചാർജ് ആവും. നമ്മൾ ചിലപ്പോൾ 5 മിനിറ്റ് ആരോട് സംസാരിക്കാൻ പോകുന്നില്ല. ആകെപ്പാടെ വല്ല കൊറിയർകാരൻ ചേട്ടനോ പലരും വിളിച്ചാലായി, ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഫ്രണ്ട്സിനെ വല്ലതും വിളിക്കും, അത്രേ ഉള്ളൂ. കൂടുതൽ നമ്മൾ ലൈൻ എന്ന് പറഞ്ഞൊരു ആപ്പാണ് ഇവിടെ പൊതുവെ ഇവർ യൂസ് ചെയ്യണത്. നമ്മുടെ നല്ല വാട്സപ്പ് പോലെ ലൈൻ ത്രൂ ആണ് കമ്മ്യൂണിക്കേഷൻ കൂടുതലും. പിന്നെ ഈ കൊറിയറിനൊക്കെ വേണ്ടി എന്തായാലും മറ്റേതിനേക്കാൾ ചീപ്പുമാണ്. കൊടുക്കാൻ ഒരു നമ്പറായി എവിടെയൊക്കെ കോണ്ടാക്ട്. അപ്പോൾ സിമ്മിൻ്റെ കാര്യം അതാണ്. സിമ്മ് സെറ്റായിട്ടുണ്ട്. പിന്നെ അടുത്തത് ബിൽസ് ആണ് കേട്ടോ. സോ കഴിഞ്ഞ ലോങ് വീഡിയോ കണ്ടവർക്ക് അറിയായിരിക്കും, ബില്ലൊക്കെ ഭയങ്കര സീനായിരുന്നു. വാട്ടർ ബില്ല്, ഇലക്ട്രിസിറ്റി ബില്ല്, ഗ്യാസ് ബില്ലൊക്കെ ഭയങ്കര കൂടുതലായിരുന്നു. ഇപ്പം എല്ലാം നമുക്ക് ഒരു ഐഡിയ കിട്ടി. ഏകദേശം ഇപ്പോൾ ഒരു EB ആണെങ്കിലും വാട്ടർ ബില്ലാണെങ്കിലും ഗ്യാസ് ബില്ലാണെങ്കിലും ഒരു 3000 to 4000 എന്നതിൻ്റെ ഉള്ളിലേക്ക് വന്നു കേട്ടോ. ഭയങ്കരമായിട്ട് കുറയ്ക്കാൻ പറ്റി. ഈവൻ ഇപ്പം സമ്മറാണ്, AC-ലാണ് ഉറങ്ങാൻ പറ്റില്ല. കാരണം റൂം സെക്കൻഡ് ഫ്ലോർ ആയതുകൊണ്ട്, മേളിൽ റൂഫ് ആയതുകൊണ്ട് 12 ചുരമാണ്. എന്നിട്ടും ഏകദേശം ഒരു 4000-നുള്ളിൽ നിൽക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ. സോ ബിൽസ് ഏകദേശം അണ്ടർ കൺട്രോളായി. ഒരു 15,000-നുള്ളിൽ എല്ലാം കവറായി പോകും. 10,000 വരില്ല, ഒരു 10-12 ആ റേഞ്ച് വരത്തുള്ളൂ. അതിനുള്ളിൽ നമ്മുടെ ബിൽസും കവറായി പോകുന്നുണ്ട്. സോ അതാണ് ബിൽസിൻ്റെ കാര്യം. യെസ്, സിമ്മായി ബില്ലായി. ഓക്കെ. ഇനി അടുത്തത് ഇവിടുത്തെ പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മാസം ജൂലൈയിൽ എക്സാം ഉണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് ഇയർ TITP-യുടെ എക്സാം ഉണ്ടായിരുന്നു. ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതുവരെ പണി വല്ലതും പഠിച്ചോ, എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി
ഓർഗനൈസേഷൻ ഫോർ ടെക്നിക്കൽ ഇന്റേൺഷിപ്പ് ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാം അവർ കണ്ടക്ട് ചെയ്യുന്ന എക്സാം ആണ് കേട്ടോ. സോ ഈ എക്സാമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അടുത്ത 2 വർഷത്തേക്കുള്ള വിസ പുതുക്കല്, കോൺട്രാക്ട് റിന്യൂവല്. ഇതിൽ പൊട്ടിക്കഴിഞ്ഞാൽ എന്തായാലും നാട്ടിലേക്ക് പോകേണ്ടി വരും. അപ്പൊ എന്തായാലും പൊട്ടിയില്ല, ജയിച്ചു. ഭയങ്കര സിമ്പിൾ ആയതുകൊണ്ട് എക്സാം. ഇതാണ് കേട്ടോ ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ ഇട്ടില്ല, സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട്. ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ എന്താണ് നമ്മുടെ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തു. ഇന്റീരിയർ ബോർഡ് ഫിനിഷിംഗ് വർക്കാണ്, അങ്ങനെയാണ് ഇതിനകത്ത് കൊടുത്തേക്കണത് കേട്ടോ. സോ അത് കഴിഞ്ഞിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ ഡെയിലി ചെയ്യുന്ന പണി ചെയ്തുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല കേട്ടോ. ഇതൊരു 3 ബോർഡ് എടുത്ത് വെക്കുക, സ്ക്രൂ ചെയ്യാത്രേ ഉള്ളൂ. ഓൾറെഡി ഫ്രെയിം അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് ഒരു ബോർഡ് റോ ആണ്, അങ്ങനെ എടുത്ത് സ്ക്രൂ ചെയ്യുക. പിന്നെ 2 ബോർഡ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യണം. നമ്മുടെ തെർമോക്കോൾ മുറിക്കണ കത്തി വെച്ചിട്ടാണ് മുറിക്കുക, എടുക്കുക, സ്ക്രൂ ചെയ്യുക, അത്രേ ഉള്ളൂ. സ്ക്രൂ ചെയ്യുന്ന ഷോർട്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വലിയ വിഷയമുള്ള കാര്യമില്ല. സോ അത് കഴിഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ പാസ്സായി. അടുത്ത 2 കൊല്ലത്തേക്കുള്ള കോൺട്രാക്ട് സൈൻ ചെയ്തു. ഇനിയിപ്പോ ഒക്ടോബർ ആവുമ്പോൾ നമ്മുടെ അടുത്ത് റെസിഡൻസ് കാർഡ് ചോദിക്കും. നമ്മുടെ കുമിയായി എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ഏജൻസി, നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന റിസീവിംഗ് ഓർഗനൈസേഷൻ. സോ അവരത് കൊടുക്കും. അപ്പൊ നമ്മൾ ചോദിക്കുമ്പോൾ റെസിഡൻസ് കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത 1 വർഷത്തേക്ക്, കോൺട്രാക്ട് 2 വർഷത്തേക്ക് സൈൻ ചെയ്തിട്ടുണ്ടെങ്കിലും റെസിഡൻസ് കാർഡ് 1 ഇയർ വെച്ചിട്ടാണ് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നത്. സോ അത് അവർ ചെയ്തു തരും. അത് അതിന്റെ പാട്ട് നടന്നപ്പോൾ നമ്മളതൊന്നും അറിയേണ്ട കാര്യമില്ല. സോ അങ്ങനെ 8 മാസം കംപ്ലീറ്റ് ചെയ്തൊക്കെയാണ്. പിന്നെ നമ്മൾ കൂടുതലായിട്ട് ഇനി കുറച്ച് ജാപ്പനീസ് വർക്ക് കൾച്ചർ, ജാപ്പനീസ് കൾച്ചർ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിൽ നമുക്ക് നോക്കാം. നിങ്ങൾ ജാപ്പനീസ് പഠിച്ചുകൊണ്ടിരിക്കുന്നവരും മേ ബി TATP വരാൻ നിൽക്കുന്നവരും എങ്ങനെയെങ്കിലും ജപ്പാനിൽ എത്തിയാൽ മതി എന്ന് വിചാരിച്ചിരിക്കുന്നവരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ജാപ്പനീസ് കൾച്ചറിലേക്ക് വരികയാണെങ്കിൽ നമുക്ക്, നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് വാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Japanese concept representing harmony, peace and unity, often associated with social group conformity and cooperation. ഹാർമണി എന്നാണ് ബേസിക്കലി അതിൻ്റെ അർത്ഥം. ഒരു സൊസൈറ്റിയിൽ നമ്മളെല്ലാവരും ഹാപ്പി ആയിരിക്കുക. നീ ഹാപ്പി ആയിരിക്കുക, ഞാൻ ഹാപ്പി ആയിരിക്കുക, ഞാൻ നിന്റെ സമയത്തിന് മാനിക്കുന്നു, നീ എൻ്റെ സമയത്തിന് മാനിക്കുന്നു. അങ്ങനെ ഒരു പ്രശ്നമില്ലാണ്ട് എല്ലാവരും യുണൈറ്റഡ് ആയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുക. അതാണ് വാ. സോ ഇതാണ് ഇവരുടെ കോറ്. ജാപ്പനീസ് കൾച്ചറായാലും വർക്ക് കൾച്ചറായാലും അതിന്റെ കോർ അതാണ്. അതുകൊണ്ടാണ് എവിടെയും പൊട്ടലും ചീറ്റലൊന്നും ഇല്ലാണ്ട് ഇവര് ഒന്നും കൂടെ എപ്പോഴും അടിപൊളിയായിട്ട് ഏറ്റവും നല്ലൊരു ജനതയായിട്ട് പണ്ടുതൊട്ട് അറിയപ്പെട്ട് ഇപ്പോഴും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളൊന്നും കൂടി ഇൻഡെപ്തിൽ വായുടെ അർത്ഥം നോക്കുകയാണെങ്കിൽ, signifies the spirit of Japanese people, emphasizing a group's peaceful cooperation and shared interest over individual desires. അതായത് വ്യക്തിപരമായ ഒരാളുടെ താല്പര്യം എന്നതിലുപരി ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു കൂട്ടമായ ആൾക്കാരുടെ പൊതുവായിട്ടുള്ള ഒരു താല്പര്യത്തിൽ വേണ്ടി തീവ്രമായി നിലകൊള്ളുന്ന ഒരു കൺസെപ്റ്റ്, അതാണ് വാ അല്ലെങ്കിൽ ഹാർമണി. സോ അത് നിങ്ങൾക്ക് എവിടെയും ജപ്പാനിൽ എവിടെ പോലും കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഇവർ ഇത്ര പൊളൈറ്റ്, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ഒക്കെ ചെയ്തിട്ട് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നമില്ലാണ്ട് ഭയങ്കര ഹംബിൾ ആൻഡ് കാമായിട്ട് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഷിൻഡോയിസം ഇവരുടെ കൾച്ചറിന് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഇവർ മാത്രമല്ല, ചൈന. സോ ഇവർ ചൈനീസ് നോക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഡെവലപ്ഡ് ആയിട്ടുണ്ട്. കാരണം ഇതാണ് ഷിൻഡോയിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി കോർ നോക്കുകയാണെങ്കിൽ അധികാരത്തിന് കീഴ്പ്പെട്ടിരിക്കുക, അധികാരികൾ പറയണത് കേൾക്കുക, റൂൾസ് പാലിക്കുക, നമ്മൾ കാരണം ആർക്കൊരു ബുദ്ധിമുട്ടില്ലാണ്ടിരിക്കുക. അതൊക്കെയാണ് ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഷിൻഡോയിസത്തിന്റെ കോറായിട്ട് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഇവര് അങ്ങനെയാണ് ചെറുപ്പം തൊട്ടേ ഈ ഒരു കൾച്ചർ ഫോളോ ചെയ്ത്. അതുകൊണ്ട് ഇവരെ കൺട്രോൾ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഇവരെപ്പോഴും ലോയുടെ അണ്ടറിലായിരിക്കും ഭരണാധികാരികൾ. മീൻസ് ഒരു മേളിൽ നിന്ന് ഒരു ഓർഡർ വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും കാര്യം പറഞ്ഞാലോ ഇവര് വളരെ കൃത്യമായിട്ട് അത് ഫോളോ ചെയ്യും. സോ അത് ഈ വായും ഈ ഷിൻഡോയിസം ഇവരുടെ കൾച്ചറിന് ഭയങ്കരമായിട്ട് എന്താ പറയുക ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ചെറുപ്പം തൊട്ടേ ഇവരിങ്ങനെ ഇത് പ്രാക്ടീസ് ചെയ്ത് ഇപ്പോൾ ഞാനൊരു ജാപ്പനീസ് ആണെന്ന് വിചാരിക്കുക, എനിക്ക് താല്പര്യം ഇല്ലെങ്കിൽ പോലും ആ ഒരു ഗ്രൂപ്പിന്റെ കൂട്ടത്തിൽ പോകേണ്ടതായി നിർബന്ധിതനായി വഴങ്ങിയിട്ട് അങ്ങനെ ഇവരിങ്ങനെ ഭയങ്കര ഇതായിട്ട് ഹംബിൾ ആൻഡ് ക്വയറ്റ് ആൻഡ് ടൈം ഫോളോ ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്ത് പോകണത് കേട്ടോ. സോ അതാണ് ഇവരുടെ കൾച്ചർ.
അവരുടെ കൾച്ചർ. ഇനി വർക്ക് കൾച്ചറിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ കേട്ടതുപോലെ തന്നെ ഇവർ വർക്കോളിക് ആണ്. നമ്മുടെ നാട്ടിലെ വർക്കോളിക് പോലെ നല്ല എക്സ്ട്രീമാണ്. ജോലി എന്ന് പറഞ്ഞാൽ അത്രയും സീരിയസ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം. ജോലിയാണല്ല അല്ലെ, തിങ്കൾ മുതൽ വെള്ളി വരെ ജോലിയാണ്. ഇപ്പൊ ശനിയാണെങ്കിൽ തിങ്കൾ മുതൽ ശനി വരെ ജോലി തന്നെയാണ് മെയിൻ. ഇപ്പോ ഞാൻ വന്നിരിക്കുന്ന കൺസ്ട്രക്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ തന്നെയും മേ ബി ഈ വീഡിയോ ഞാനൊരു 2 മാസം മുന്നേ, ഒരു 6 മാസം കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് എടുക്കണം എന്ന് വിചാരിച്ചാണ്. ഈ PL കാര്യങ്ങൾ പറയണം, സിമ്മയുടെ കാര്യങ്ങൾ പറയണം, ഒരു അപ്ഡേറ്റ് തരണം. പക്ഷേ നോക്കുകയാണെങ്കിൽ എൻ്റെ സൈറ്റ് ഏകദേശം 110 കിലോമീറ്റർ ആയിരുന്നു കേട്ടോ. ഇവിടെ നിന്ന് ഹ്യോഗോ എന്ന് പറഞ്ഞ പ്രിഫെക്ചറിൽ തരുമി എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അപ്പോൾ ഏകദേശം മെയ് മാസം തൊട്ട് ഓഗസ്റ്റിന്റെ ആദ്യം വരെ, ആദ്യമല്ല ഒരു 10-ാം തീയതി വരെ, ഒരു ആദ്യ ആഴ്ച വരെ അവിടെ ആയിരുന്നു. സോ രാവിലെ 6:30 പോയി കഴിഞ്ഞാൽ ഞാൻ വരുമ്പോൾ ഒരു രാത്രി 8 മണിയൊക്കെ ആവും. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഒട്ടും ടൈം കിട്ടാത്തതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ പറ്റാണ്ടിരുന്നത്. ഇപ്പോൾ ചെറിയൊരു ശമനം ഉണ്ട്. എന്താ വെച്ചാൽ നൈറ്റാണ്. ഇവിടെ നിന്ന് ക്യോത്തോയിലാണ് കേട്ടോ വർക്ക്. 15 കിലോമീറ്റർ ഉള്ളൂ. പിന്നെ നൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ഒരു മോള് പോലത്തെ സംഭവം ആയതുകൊണ്ട് 10 മണിക്ക് എല്ലാവരും പോയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഒരു 6 മണിക്കുള്ളിൽ തീർക്കണം, കാരണം അവിടുത്തെ മോർണിംഗ് സ്റ്റാഫ് വരും. അപ്പോൾ ഇപ്പോൾ കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചത്. സോ വർക്ക് കൾച്ചർ ഞാൻ പറഞ്ഞില്ല, ഏകദേശം 4 മണിക്കൂർ എനിക്ക് ട്രാവലിൽ പോവുമായിരുന്നു. സോ ഇവർക്ക് അതൊന്നും ഒരു പ്രശ്നമില്ല. വർക്കിന് വേണ്ടി ഇവർ 4 മണിക്കൂറിൽ 5 മണിക്കൂറിൽ അവർ ട്രാവൽ ചെയ്തോളും. അതൊന്നും വിഷയമുള്ള കാര്യമില്ല. സോ അതാണ് ഇവരുടെ വർക്ക് കൾച്ചറിലേക്ക് പറഞ്ഞ വർക്കോളിക്കാണ്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഞാൻ പണിയെടുത്ത് ക്ഷീണിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണിയെടുത്ത് ഞാൻ ഒരിക്കലും ടയർഡാവുന്നില്ല. കൃത്യമായ ബ്രേക്ക് ഉണ്ട്. 8 മണിക്കൂർ ആയി കഴിഞ്ഞാൽ 10 മണിക്ക് ബ്രേക്ക്, 1/2 മണിക്കൂർ, 2 മണിക്കൂർ പണിയെടുക്കുക, 1/2 മണിക്കൂർ ബ്രേക്ക് എടുക്കുക, വീണ്ടും ഒരു 1.5 മണിക്കൂർ പണിയെടുക്കുക, 1 മണിക്കൂർ ബ്രേക്ക്, ലഞ്ച് ബ്രേക്കായി. പിന്നെ 1 മണിക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3 മണിക്ക് അടുത്ത ബ്രേക്ക്, 1/2 മണിക്കൂർ. അതുകൊണ്ട് പണിയെടുത്ത് ക്ഷീണിക്കുന്ന ഒരു പ്രശ്നം വരുന്നില്ല. പിന്നെ ഈ ട്രാവലിലാണ് ടയേർഡായി ആകെ മൂഡൗട്ടായി പോകുന്നത്. ട്രാവല് സീനാണ്. അതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും എനിക്ക് ഗ്യാപ്പ് കിട്ടുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞത് കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നിലും വരരുത്. കാര്യം ഇതാണ്, ട്രാവൽ ഹെക്റ്റിക് ആണ്. ഞാൻ ഏത് സൈറ്റിൽ പോയാലും പെയിന്റർ, പ്ലംബർ, ഇലക്ട്രീഷ്യൻ, പിന്നെ ഈ കോൺക്രീറ്റിന്റെ വർക്ക് എല്ലാം സെയിം ആണ്. ട്രാവൽ അവർക്കൊരു വിഷയമല്ല. എത്ര ദൂരമാണെങ്കിലും ഓക്കെയാണ്, അവർ കംപ്ലൈന്റ് ചെയ്യത്തില്ല. സോ അതാണ് ഇതിലേക്ക് വരുമ്പോഴുള്ള ഒരു കാര്യം. പിന്നെ